നമ്മളപ്പോൾ വോളിയത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. വോളിയം എന്താണെന്നും വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണെന്നും വോളിയത്തിന് മാത്തമാറ്റിക്കലി നിങ്ങൾ +1 എന്തെല്ലാം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വോളിയത്തിന് പഠിക്കണമെന്നും ഒക്കെ കണ്ടു. കാരണം നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾക്കതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് മസ്റ്റ് സ്റ്റഡിയാണ് അതെല്ലാം. അപ്പം നിങ്ങൾ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ക്യൂബിക്കൽ ഷേപ്പിൽ വോളിയത്തിനെ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യൂബിക്കൽ ഷേപ്പ് എടുത്ത് കാണിച്ചത്. ഇനി നെക്സ്റ്റ് യൂണിറ്റായിട്ട് നമ്മൾ വരുന്നത് നെക്സ്റ്റ് ടേമായിട്ട് നമ്മൾ വരുന്നത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ഇനി നമ്മളിപ്പം മാസ് എന്താണ്, വോളിയം എന്താണ്, വെയിറ്റ് എന്താണ് എന്നൊക്കെ പറയുമ്പോൾ മാസ് പറഞ്ഞപ്പോൾ ഒരു എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി. വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ മാസിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് വെയിറ്റ് കിട്ടുന്നത്. വോളിയം എന്ന് പറഞ്ഞത് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. സ്പേസിനോട് കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ അടുത്ത ആളാണ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അവിടെ ഇരിക്കുകയാണെങ്കിലും ആ സബ്സ്റ്റൻസിൻ്റെ മാസ് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഉണ്ടാകും എന്നുള്ളതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇത്രയുള്ള ഇതൊരു 1 യൂണിറ്റ് വോളിയം ആണെന്ന് വിചാരിച്ചോളൂ. ഇതിനകത്ത് എത്ര എമൗണ്ട് ഓഫ് മാസ് പ്രസൻ്റ് ആയിരിക്കുന്നു, എമൗണ്ട് ഓഫ് മാസ് എത്രയുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാസ് കൂടുന്ന സാധനത്തിന് ഡെൻസിറ്റി ഒബ്വിയസ്ലി കൂടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 2 കണ്ടെയ്നേഴ്സ്, നിങ്ങൾ ബക്കറ്റോ എന്തെങ്കിലും ഒരു 2 കണ്ടെയ്നേഴ്സ്, 2 വലിയ ബോട്ടിൽസോ അല്ലെ കണ്ടെയ്നേഴ്സോ എടുത്ത് വെക്കുക. ആ 2 കണ്ടെയ്നേഴ്സിൽ ഒരു കണ്ടെയ്നറിനകത്ത് എയർ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ മറ്റേതിനകത്ത് നമ്മൾ കുറച്ച് സ്റ്റോൺസ് ആണ് വെക്കുന്നതെങ്കിൽ ഏതിലാണ് ഡെൻസിറ്റി കൂടുതലുള്ളത്? മാസ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഡെൻസിറ്റി. ആ സ്റ്റോണും ബ്രിക്സും ഒക്കെ ഇട്ടേക്കുന്ന ചിലപ്പോൾ ആ കണ്ടെയ്നറിലായിരിക്കും. എന്നാൽ കണ്ടെയ്നറിൻ്റെ 2 പേരുടെയും വോളിയം യൂണിറ്റ് ആണ്, സെയിം ആണ്, ഒരേ വോളിയത്തിലുള്ള ഒരു 2 കണ്ടെയ്നേഴ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരേ ഷേപ്പും സൈസും ഉള്ള ഒരു 2 ബക്കറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരേ ഷേപ്പും സൈസും ഉള്ള ഒരു 2 ബോക്സുകൾ എടുത്തിട്ട് അതിനകത്ത് ഇട്ടേക്കുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം അവിടെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ദ ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ SI യൂണിറ്റ്സ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നും എഴുതാം. മാസ് ബൈ വോളിയം എന്ന് എഴുതാം. മാസിനെ നമുക്ക് M ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം വോളിയത്തിനെ നമുക്ക് M/V അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ വോളിയത്തിനെ നമ്മൾ ഇതിനെ യൂണിറ്റ്സ് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പോവുക. ദാറ്റ് ഈസ് യൂണിറ്റ് വെച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മാസിനെ കിലോഗ്രാം ബൈ മീറ്റർ റേസ് ടു 3. കിലോഗ്രാമിന് എപ്പോഴും SI യൂണിറ്റ് എഴുതുമ്പോൾ മീറ്റർ റേസ് ടു 3 മീറ്റർ ക്യൂബ് എന്നെഴുതണം. യൂണിറ്റ് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും, കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് എന്നാണ്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് കെമിക്കൽ ലാബ്സിലൊക്കെ ചെറിയ എമൗണ്ട് മാത്രം മതി. സോ വി കൺവേർട്ട് ദാറ്റ് പാർട്ട്, അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന പാർട്ട് നമുക്ക് കിലോഗ്രാം എമൗണ്ട് ഓഫ് മാസിൻ്റെ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ചെറിയ എമൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ കിലോഗ്രാമിനെ നമ്മൾ എന്തായിട്ടായിരിക്കും ചെറുതിനെടുക്കുന്ന ഗ്രാം ബൈ, അപ്പോൾ അവിടെ മീറ്റർ ക്യൂബ് ആയിരിക്കില്ല, അവിടെ കൊടുക്കേണ്ടത് സെൻറ്റിമീറ്റർ ക്യൂബ്. സോ ദ ഡെൻസിറ്റിയുടെ യൂണിറ്റ് 1 യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആൻഡ് അറ്റ് ദ സെയിം ടൈം ചെറിയൊരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നും പറഞ്ഞാണ് SI യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി പോകുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് ഡെൻസിറ്റി ഒന്നും കൂടി ഒന്ന് പറയാം. ഡെൻസിറ്റി മീൻസ് ദ എമൗണ്ട് ഓഫ് മാസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്. മനസ്സിലായോ? അപ്പോൾ എമൗണ്ട് ഓഫ് മാസ്
per unit volume is called density. Amount of mass per unit volume is called density. എന്തോരം മാസ് ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ട്, ഒരേ സെയിം വോളിയത്തിൽ തന്നെ എത്ര എമൗണ്ട് ഓഫ് മാസ് അതിനകത്ത് ഉണ്ട് അതനുസരിച്ചാണ് അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാസ് കൂടുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. SI യൂണിറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. Amount of mass per unit volume, that is density is equal to mass by volume. That is mass എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് കിലോഗ്രാം ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം വോളിയം എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ മീറ്റർ ക്യൂബിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. SI യൂണിറ്റ് ആണെങ്കിൽ വോളിയം എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലായിരിക്കും. ഇത് നമുക്ക് ചെറിയ യൂണിറ്റ്സിൽ എടുക്കണമെങ്കിൽ മാസിനെ നമ്മൾ ഗ്രാം എന്നും മീറ്റർ ക്യൂബിനെ നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ 2 യൂണിറ്റ്സാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇത് എത്രയേ ഉള്ളൂ ഡെൻസിറ്റിനെ പറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. എന്താണ് ആക്ച്വലി ടെമ്പറേച്ചർ? നമ്മൾ ഇന്നലെ ക്ലാസ്സിലും നമ്മൾ ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലേ? എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. നമുക്കുണ്ടൊരു ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കാണിക്കുന്ന ആദ്യം നമ്മുടെ ബോഡി നമുക്കത് ഷോ ചെയ്യുന്നത് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അല്ലേ? ബിക്കോസ് നമുക്ക് നമ്മളുടെ ബോഡി ആയാലും മറ്റ് എന്തെങ്കിലും ഒരു വേറൊരു സബ്സ്റ്റൻസിൻ്റെ കാര്യം തന്നെ, നമ്മളിപ്പോൾ ഒരു ബാറ്ററിയുടെ കാര്യമായാലും നമ്മൾ പെട്ടെന്ന് ഈ ബാറ്ററി ഇത്രയും നേരം വർക്ക് ചെയ്തു നമ്മൾ തൊടുമ്പോൾ പോലും നമ്മൾ പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു ഡിവൈസ് തൊടുമ്പോഴൊക്കെ കുറച്ച് നേരം അത് വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ബിക്കോസ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കൊരു ചൂട് ഫീൽ ചെയ്യും. വി ഫീൽ എ ഹോട്ട്നെസ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ്, അല്ലെ വി ഫീൽ എ ഹോട്ട്നെസ് ഇൻ അവർ ബോഡി. ദെൻ യു സേ ദാറ്റ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻ അവർ ബോഡി. ദർ ഈസ് എ ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ പറയാം പെട്ടെന്ന് അൺപ്ലഗ് ചെയ്യൂ, കാരണം അതിനകത്ത് ടെമ്പറേച്ചർ കൂടിയെന്നല്ല, നമ്മളൊരു ചൂടായി, അത് ഹീറ്റായി. നമ്മൾ ഹീറ്റിനോടാണ് കൂടുതൽ ടെമ്പറേച്ചറിനെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലേ? ആക്ച്വലി അതിൻ്റെ ഉള്ളിലെ ബാറ്ററിയാണ് ചിലപ്പോൾ ഹീറ്റ് എനർജി പുറത്തേക്ക് വിട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ടെമ്പറേച്ചർ, അതിൻ്റെ ടെമ്പറേച്ചർ വാല്യൂ കൂടിയിട്ടുണ്ടാകും. അപ്പം നമുക്ക് ടെമ്പറേച്ചറിനെ ഇനി നമ്മളുടെ കെമിസ്ട്രി ലെവലിലേക്ക് ചിന്തിക്കാം. നമുക്ക് ടെമ്പറേച്ചറിനെ 3 സ്കെയിൽസ് ഉണ്ട് ടെമ്പറേച്ചറിന്. ആ 3 സ്കെയിൽസ്, അതായത് മെഷറിംഗ് സ്കെയിൽസ് നമുക്ക് ടെമ്പറേച്ചറിന് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് എ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ് ശരിക്കും പറഞ്ഞ ടെമ്പറേച്ചർ. നമുക്കതിന് 3 സ്കെയിൽസുമായിട്ട് പഠിക്കാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്കെയിൽ ഇസ് സെൽഷ്യസ് സ്കെയിൽ, ദ സെക്കൻഡ് സ്കെയിൽ ഇസ് ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് ദ തേർഡ് സ്കെയിൽ ഇസ് കെൽവിൻ സ്കെയിൽ. 3 സ്കെയിൽസ് ഉണ്ട്: സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് ദ കെൽവിൻ സ്കെയിൽ. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും കുറച്ചും കൂടെ ഫെമിലിയർ ആണ്. ഈ പറയുന്ന ഫാരൻഹീറ്റ് സ്കെയിൽ അത്ര ഫെമിലിയർ അല്ല. പക്ഷേ നിങ്ങൾക്ക് +1 മുതൽ ഈ സ്കെയിൽസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രോബ്ലംസ് മാത്രമല്ല, നിങ്ങൾക്ക് കുറേ ഇനിയുള്ള എല്ലാ എക്സാംസിനും കാര്യങ്ങൾക്ക് എൻട്രൻസ് എക്സാംസിനും എല്ലാത്തിലും മിക്കവാറും ഇതിങ്ങനെ ഡിഗ്രി കെൽവിനിലേക്ക് ആക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നമുക്കത് നോക്കാം. ഈ സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിലൊക്കെ നമുക്ക് ഒരു പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതാണ് തെർമോമീറ്റേഴ്സ്. ഓക്കെ, ഇത് 3 തെർമോമീറ്റേഴ്സാണ്. ഈ 3 തെർമോമീറ്റേഴ്സ് നമുക്ക് ഒരെണ്ണം കെൽവിന്, ഒരെണ്ണം സെൽഷ്യസ്, ഒരു ഫാരൻഹീറ്റ് തെർമോമീറ്ററാണ് കിടക്കുന്നത്. അതിനകത്ത് നമുക്ക് ഫാരൻഹീറ്റിനെ അവിടെ നിർത്താം. നമുക്ക് ഇവരെ രണ്ടിനെ ഒന്ന് ഫസ്റ്റ് നോക്കാം. ഇവർ സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ഒരു തെർമോമീറ്ററിൽ അവർ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് വരെ. 0 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ദ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ ആണത്. ആ വാട്ടർ ചൂടാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 100 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോഴാണ് അവിടുന്ന് അതിൽ സ്റ്റീം വരുന്നത്. സോ വി സേ ദാറ്റ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ വാട്ടർ. ഈ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ മാത്രമേ എന്തിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ? ടെമ്പറേച്ചറിൽ സെൽഷ്യസ് സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആർ കാലിബ്രേറ്റഡ് ഫ്രം 0 ഡിഗ്രി ടു 100 ഡിഗ്രി എന്ന് എഴുതിയേക്കുന്നത്. തെർമോമീറ്റേഴ്സ് ആർ കാലിബ്രേറ്റഡ് ഫ്രം ദ 0 ഡിഗ്രി ടു 100 ഡിഗ്രി എന്ന് എഴുതാൻ കാരണം. ഇനി നമുക്ക് കെൽവിൻ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം
ഈ സെൽഷ്യസും കെൽവിനും എങ്ങനെയാണ് റിലേറ്റ് ആയേക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഈ 0 ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും കെൽവിൻ സ്കെയിലിനകത്ത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിൽ എടുക്കുമ്പോൾ നമ്മൾ കെ 273K എന്നാണ് നമ്മൾ മിക്കയിടത്തും കാണുന്നത്. നിങ്ങൾ 273 തന്നെ പ്രോബ്ലത്തിൽ ഇട്ടാലും നിങ്ങൾക്ക് വലിയ മാർക്കൊന്നും പോവില്ല. 273.15 ആണ് ആക്ച്വൽ. പക്ഷേ ആക്ച്വൽ വാല്യൂസ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഈ ഓപ്ഷൻസ് ആയിട്ട് എൻട്രൻസ് ഒക്കെ വരുമ്പോൾ ഓപ്ഷൻ മെത്തേഡിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളുടെ ഒരു പോയിന്റിൽ വാല്യൂലൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ദർ ഇസ് എ ചാൻസ് ചിലപ്പം നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ തന്നെ പഠിച്ചു വെക്കണം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 273.15K എന്നാണ് അർത്ഥം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതനുസരിച്ച് ഇവിടെ വാല്യൂ എമൗണ്ട് കൂടിക്കൂടി വരണം. ദാറ്റ് ഈസ് 0 ഡിഗ്രി 25 ഡിഗ്രി ആകുമ്പോൾ 0 ഡിഗ്രി അവിടെ നിന്ന് 25 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 273 ഒരു 25 കൂടെ കൂടിയിരിക്കണം. അപ്പോൾ 273 ഒരു 25 കൂടെ നമ്മൾ കൂടിക്കഴിയുമ്പോൾ നമുക്കവിടെ അതൊരു 298K ആയിട്ട് വരും. അപ്പോൾ നമ്മൾ മിക്ക പ്രോബ്ലത്തിലും നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് ആണോ അത് കെയിലോട്ട് ആക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ +273 ഇനിയുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മളിടും. കാരണം ഡിഗ്രി സെൽഷ്യസ് കൂടുന്ന അനുസരിച്ച് അതിനകത്ത് കെൽവിൻ സ്കെയിലിലും അത് റിലേറ്റഡ് ആണ്. മനസ്സിലായോ? 0 ഡിഗ്രി എന്ന് പറയുന്നത് 273 ആണ്. അതപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 273യുടെ കൂടെ 1ഉം കൂടെ കൂട്ടണം. 2 ഡിഗ്രി എന്ന് പറയുമ്പോൾ 273 + 2 അങ്ങനെ തന്നെയാണ് ഇത് വാല്യൂസ് കൂടി വരുന്നത്. 25 ഡിഗ്രിയാണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ എങ്കിൽ അവിടുത്തെ കെൽവിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 + 273 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ വാല്യൂയിലേക്ക് കിട്ടുന്നത് അല്ലേ? 298K വരുന്നത്. അടുത്ത നമുക്ക് നോക്കാമല്ലോ. 37 ഡിഗ്രി സെൽഷ്യസ് അത് ഏതാണ്? നമ്മളുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറാണ്. 37 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ അവിടെ നമുക്ക് എത്ര കെൽവിനാണ് കിട്ടിയേക്കുന്നത്? അവിടെ കിട്ടിയേക്കുന്നത് 310 കെൽവിനാണ്. കണ്ടോ? 310 കെൽവിനാണ് അവിടെ കിട്ടിയേക്കുന്നത്. ദാറ്റ് മീൻസ് 37 + 273. We want to add the 273 value with all the degree Celsius, then you get the Kelvin value. ഓക്കെ, ദെൻ 310 കെൽവിൻ നമുക്ക് കിട്ടി. ഇനി റൂം ടെമ്പറേച്ചറും ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറും എന്താണ് അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നമ്മൾ കൈ ഒന്നും ചിലപ്പോൾ ഒന്നും വെട്ടായിരിക്കും, നമ്മൾ ബോഡി ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യും, നമുക്കൊരു ഹോട്ട്നെസ് ഫീൽ ചെയ്യും അല്ലേ? പക്ഷെ നമ്മുടെ കൈ ഒന്നും വെട്ടായിട്ട് നമ്മൾ നമ്മുടെ എയറിൽ ടച്ച് ചെയ്ത് നമുക്ക് ആ ഹോട്ട്നെസ് ഫീൽ ചെയ്യില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയേക്കാളും നമ്മുടെ റൂം ടെമ്പറേച്ചർ താഴെയായിരിക്കും. അങ്ങനെ സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. ബിക്കോസ് റൂം ടെമ്പറേച്ചർ ആ സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കൂടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹോട്ട്നെസ് ഫീൽ ചെയ്യുക കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിപ്പോൾ എന്താണ് 37 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 310 കെൽവിൻ ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എങ്ങനെയാണ് 37 + 273 പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 310 കിട്ടുന്നത്, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ കിട്ടുന്നത്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവർ കാണിച്ചേക്കുന്നത് എന്താ? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് മീൻസ് 100 + 273 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 373 കെൽവിൻ ആണ്. സോ നമ്മളിനി കാണാൻ പോകുന്നത് ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിനും കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസും ആണ്. നമുക്കതിൻ്റെ ഫോർമുലയിലോട്ട് വരാം. ദാറ്റ് ഈസ് ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ് നമുക്ക് കെൽവിനിലേക്ക് എഴുതാൻ പറ്റുക? ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കെൽവിൻ ആണെന്ന് വിചാരിച്ചു. നമ്മളുടെ കയ്യിലുള്ളത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ +273. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കെൽവിൻ്റെ കൂടെ ആ 273 അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസും കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വാല്യൂസും ടെമ്പറേച്ചറിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെഷറിംഗ് വാല്യൂസും പഠിച്ചു. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? 3 സ്കെയിൽസ് ഉണ്ട്, കെൽവിൻ, സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞ് 3 സ്കെയിൽസ് ഉണ്ട്. ആ 3 സ്കെയിൽസിൽ ആദ്യത്തത് കെൽവിൻ, പിന്നെ സെൽഷ്യസ്, പിന്നെ ഫാരൻഹീറ്റ്. ഈ സെൽഷ്യസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കിയത്. ഫോർമുലാസ് ഇതാണ്. നമ്മളുടെ ഫോർമുലാസ് വരുന്നത് സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാനായിട്ട് ഫാരൻഹീറ്റ് ഇസിക്കൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് + 32. ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഡിഗ്രി സെൽഷ്യസ് ഇസിക്കൽ ടു 5/9 ഇൻറ്റു ഫാരൻഹീറ്റ് -32. സെൽഷ്യസ് ടു കെൽവിൻ ആണെങ്കിൽ ദാറ്റ് ഈസ്
K = ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ആൻഡ് കെൽവിൻ ടു സെൽഷ്യസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് = K - 273. ഇത്രയും വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് എങ്ങനെയാണ്, ഫാരൻഹീറ്റ് ടു ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ്, ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ എങ്ങനെയാണ്, കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ്. ഈ 4 വാല്യൂസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇനി അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഏതൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം മാസ് കണ്ടു. മാസ് ഇസ് ദ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഓഫ് എ ബോഡി. മാസ് ഇസ് ഡിനോട്ടഡ് യൂസിങ് M or small m. പിന്നെ വെയിറ്റ് എന്താന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ മാസ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ വെയിറ്റിൻ്റെ ഫോർമുല കണ്ടു, W = M × G, ദാറ്റ് ഈസ് G = 9.8 m/s² എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടു, ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മാസ് എന്ന് പറയുന്നത് 30 കിലോഗ്രാമാണ്. അത് എർത്തിലാണെങ്കിൽ 30 കിലോഗ്രാം × 9.8 എടുക്കണം. എർത്തിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ 9.8 ആണ്, 294 ന്യൂട്ടൺ എടുക്കണം. ആൻഡ് ഇൻ ദ സെയിം കേസ് മൂണിലാണെങ്കിൽ അത് 1.6 ആണ്, കാരണം 1/6 ഓഫ് ദ എർത്ത് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് 48.75 ന്യൂട്ടൺ എന്നാണ് എടുക്കുന്നത്. നമ്മൾ കണ്ടു. ഇത് കണ്ടുന്ന നമ്മൾ മാസും വെയിറ്റും, ഞാൻ ഇതൊന്ന് റിവൈസ് ചെയ്യുകയാണ് ആ പോർഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ കണ്ടത് അനാലിറ്റിക്കൽ ബാലൻസിനെ പറ്റിയാണ്. അനാലിറ്റിക്കൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുറേറ്റ് ലബോറട്ടറി ബാലൻസ് ആണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു പ്രിസൈസ്ലി മെഷർ ദ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ആക്ച്വലി അനാലിറ്റിക്കൽ ബാലൻസ്. നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് നമ്മളുടെ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സബ്സ്റ്റൻസ്. വോളിയം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ലെങ്ത് ⁻³ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ SI സിസ്റ്റമാണ്. വോളിയത്തിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് m³ ആണ്. സ്മോൾ യൂണിറ്റ്സ് ഉണ്ട്, cm³ ആൻഡ് dm³ ആണ്. കോമൺ യൂണിറ്റ് ലിറ്ററിലാണ് അത് എടുക്കുന്നത്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ 1 ലിറ്റർ = 1000 ml, 1000 cm³, 1 dm³ എന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റിനകത്ത് ക്യൂബ് വൈസ് എങ്ങനെയാണോ കണ്ടത് അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പഠിച്ചു. എങ്ങനെയാണ് 1 ലിറ്റർ 1000 ml ആയിട്ട് കാണാം, 1000 ml 1000 cm³ ആയിട്ട് കാണാം, അതുപോലെ തന്നെ 1 dm³ ആയിട്ട് കാണാം. ഇതെല്ലാം നമ്മൾ ഈ വോളിയത്തിലെ കൂടെ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ഈ ഡിവൈസസിൻ്റെ കാര്യങ്ങളാണ്. പിപ്പറ്റ്, ബ്യൂററ്റ്, ഗ്രാജുവേറ്റഡ് സിലിണ്ടേഴ്സൊക്കെ വോളിയം മെഷർ ചെയ്യാനുള്ള ഡിവൈസസ് നമ്മൾ കണ്ടു. ദെൻ നമ്മൾ ഡെൻസിറ്റീസ് കണ്ടു. ഡെൻസിറ്റി എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. അതുപോലെ തന്നെ അതിനെ നമുക്ക് kg/m³ എന്നും മറ്റേത് g/cm³ എന്നും നമുക്ക് ഡെൻസിറ്റീനെ പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. ടെമ്പറേച്ചർ അപ്പം നമ്മളിന്ന് മാസ്, വെയിറ്റ്, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഇതെല്ലാം നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് വാല്യൂസാണ്. നമ്മൾ കണ്ടിന്യൂഷൻ പാർട്ടിൽ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എടുത്തേക്കുന്നതൊക്കെ ടേംസ് ആണ് കൂടുതൽ നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ ടേംസ് ആക്ച്വലി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടേംസ് തന്നെയാണ്. അതിനകത്ത് വരുന്ന ഇപ്പോൾ കുറേ തന്നെ നമ്മൾ വെയിറ്റിനകത്ത് വെയിറ്റ് = M × G അത് പഠിച്ചു. അതേപോലെ അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്കത് ഓർമ്മയിൽ നിൽക്കും. പിന്നെ നമ്മൾ പഠിച്ചേക്കുന്നത് ടെമ്പറേച്ചറിൻ്റെ വാല്യൂസാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടഫായിട്ട് ഈ പ്രാവശ്യം വരുന്നത്. എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് ആക്കുക, ഫാരൻഹീറ്റ് എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസ് ആക്കുക, ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ് നമുക്ക് മറ്റേ കെൽവിൻ വാല്യൂയിലോട്ടാക്കുക, കെൽവിൻ വാല്യൂ എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസ്, അതൊക്കെ കുറച്ചൊരു ടഫാണ്. നിങ്ങളത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ പ്രോബ്ലത്തിൽ നമുക്കത് എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറിൻ്റെ വാല്യൂസും ഇതെല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഇതോടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പോർഷൻ. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പാർട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.